ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കുസാറ്റിലെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയ പ്രശാന്ത് സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ BTech MTech പ്രോഗ്രാമുകൾ കുസാറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം IIT കുറച്ച് നാൾ റിസർച്ച് ചെയ്തു. അതിനുശേഷം സൗത്ത് കൊറിയയിൽ നിന്നും വളരെ പ്രശസ്തമായ ജിയോങ്സാങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD കംപ്ലീറ്റ് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതും കേവലം 2.5 വർഷത്തിനകത്ത് PhD കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം തന്നെയാണ്. സർ, ഈ സെക്ഷനിലേക്ക് സർ സ്നേഹപൂർവ്വം സ്വാഗതം. സർ, ഞാൻ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോഗ്രാം എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന BTech പ്രോഗ്രാമാണ്. ഒരു വിദ്യാർത്ഥി ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുവാണെങ്കിൽ ഈ വർഷങ്ങളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ കാലയളവിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഏതൊക്കെ ബ്രാഞ്ചസ് ആണ്? ഫിസിക്സ്, കെമിസ്ട്രി, ഒരുപക്ഷെ കെമിസ്ട്രിക്ക് കൂടുതൽ പരിഗണനകൾ കിട്ടപ്പെടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സർ, എന്താണ് ഇതിൻ്റെ ഒരു സിലബസ് അനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ? പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണത് 1972-ലാണ്. അത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല തുടങ്ങുന്ന സമയം മുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും ഒരേ പ്രായമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കണം. നമ്മുടെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റ് എൻജിനീയറിംഗ് കോഴ്സുകളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ്. ഇത് ഇന്ത്യയിലെ തന്നെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഉള്ള ഏക കോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു കോഴ്സ് എന്ന് വേണമെങ്കിൽ. അതെ, എക്സാക്ട്ലി. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 2 years 2 semesters കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മറ്റ് ഏതൊക്കെ ബ്രാഞ്ചുകളിലെ BTech കോഴ്സുകൾ ചെയ്താൽ പഠിക്കുന്ന കോഴ്സുകളാണോ, ബേസിക് ആയിട്ടുള്ള എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, ഇതേപോലെയുള്ള എല്ലാ ബേസിക് കോഴ്സുകളും നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ് സെമസ്റ്ററുകളിലായിട്ട് കവറപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ കൂടുതലായിട്ടും പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങാം. ഈ സബ്ജക്റ്റുകൾ നമ്മൾ 2 രീതിയിൽ, നമ്മൾ റബ്ബർ, പ്ലാസ്റ്റിക്, കോമ്പോസിറ്റ്, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ചില കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവരുടെ ഒരു ഭയം എന്ന് പറയുന്നത് ഹയർ ലെവൽ മാത്തമാറ്റിക്സ് ഒരു കടമ്പയായിട്ട് തോന്നുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മളോട് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അത്ര അധികം മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ പഠിക്കുന്നത് പോലെയുള്ള ഹയർ മാത്തമാറ്റിക്സ് ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പോകുമ്പോൾ കെമിസ്ട്രി സബ്ജക്റ്റുമായിട്ട് അത്ര അധികം ബന്ധങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതെ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ യെസ്, നമ്മുടെ ഈ കോഴ്സ് കെമിസ്ട്രിയോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് കുറേ കൂടെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാവുന്ന ഒരു BTech കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 സെമസ്റ്ററുകളിൽ ഇതിന് വേണ്ട രീതിയിൽ, അത് ബേസിക്കലി +2 ലെവലിൽ തന്നെയുള്ള മറ്റെല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലും പഠിക്കുന്നത് പോലെ കെമിസ്ട്രിയാണ് നമ്മൾ ഇവിടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സാറേ, ഞാൻ ഈ ഒരു പേര് കേട്ടപ്പോൾ തോന്നിയൊരു സംശയമാണ്. അതായത് ഈ MSc കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പോളിമർ, അങ്ങനെയൊക്കെ ബ്രാഞ്ചുകളുമായിട്ട് നോക്കുമ്പം കാര്യമായ വ്യത്യാസങ്ങളുണ്ടോ? അതോ എന്താണ് ഈ ഒരു MSc പ്രോഗ്രാമും അല്ലെങ്കിൽ സാറിൻ്റെ ഈ BTech പ്രോഗ്രാമും നമ്മുടെ സാധാ കോളേജുകളിലുള്ള MSc കെമിസ്ട്രി വിത്ത് പോളിമേഴ്സ് എന്ന് പറയുന്നത് അതുമായിട്ടുള്ളൊരു വ്യത്യാസം? ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് സയൻസാണ്. മാസ്റ്റർ ഇൻ സയൻസും നമ്മുടേത് ബാച്ചിലർ ഇൻ ടെക്നോളജിയാണ്. സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ വളരെ എവിഡൻ്റാണ് ഇവിടെ. അതുമാത്രമല്ല, MSc തലങ്ങളിൽ അവർ പഠിക്കുക 2 വർഷത്തെ കോഴ്സാണ്. നമ്മുടെ BTech കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4 വർഷ കോഴ്സായിട്ടാണ്. അതുമാത്രമല്ല, പോളിമർ സയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സയൻസും ടെക്നോളജിയും രണ്ടും കൂടിയാണ് അവരിവിടെ നിന്ന് പഠിച്ച് അതിനുള്ളിൽ ഒരു പ്രൊഫഷണലിസം എടുത്തുകൊണ്ടാണ് അവരിവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നത്. അതുപോലെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ രീതിയിൽ അവരെ നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, റിസർച്ച് പ്രോജക്റ്റുകൾ, മിനി പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, അപ് ടു ഡേറ്റ് ആയിട്ട് ഈ പർട്ടിക്കുലർ ഫീൽഡിൽ വരുന്ന പേപ്പറുകൾ, ലോകോത്തരങ്ങളായിട്ടുള്ള പേപ്പറുകൾ റിവ്യൂ ചെയ്ത് ആ രീതിയിൽ അവരെ എക്വിപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ അവർക്ക് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ റബ്ബറിൽ തന്നെ നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഒരു കോട്ടയം
അവിടെ ഒരു മാസത്തെ ഫുൾ ട്രെയിനിങ് കൊടുത്ത് അവരെ എക്വിപ്പ് ചെയ്താണ് ഇവർ ബിടെക് കഴിഞ്ഞ് പ്രൊഫഷണൽസായിട്ട് ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. സാർ, ഇന്ന് ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് ബിടെക് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് കോഴ്സിനേക്കാളും ഒരു പരിധിവരെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, സാലറി സ്ട്രക്ചേഴ്സ് ആണ്. സാർ, ഈ ഒരു കോഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് എവിടേക്കാണ് ജോലി കിട്ടാൻ സാധ്യത? ഏകദേശം ഏത് സാലറിയാണ് കിട്ടാനുള്ളൊരു സാധ്യതകൾ സാർ വിലയിരുത്തുന്നത്? പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബിടെക് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും അതേക്കുറിച്ച് അധികം ധാരണയില്ല എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്നുണ്ട്. പലപ്പോഴും പോളിമർ എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് പ്ലാസ്റ്റിക്കുകളാണ്. പ്ലാസ്റ്റിക്കുകൾ ബാൻ ചെയ്യണം, ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ എൻവയോൺമെൻറ്റ് ഭയങ്കര പ്രോബ്ലംസാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്കൂൾ ലെവൽ മുതലേ കേട്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. അപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് അധികം ഒരു ധാരണയുണ്ടെന്ന് തോന്നുക. അത് മാത്രമല്ല, നമ്മുടെ ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് മറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ പോലെ അധികം നമ്പറില്ല. അതുപോലെ തന്നെ അധികം അതേക്കുറിച്ച് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. നമ്മുടെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് 100% പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിജയകരമായിട്ട് കോഴ്സ് പൂർത്തിയാക്കി പ്ലേസ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും കോഴ്സ് കഴിഞ്ഞ് പാസ് ഔട്ടായി പോകുന്നതിന് മുമ്പായി തന്നെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സാർ, ഏതൊക്കെ ഫീൽഡിൽ നിന്നുള്ളതാണ് പ്രധാനമായിട്ടും റിക്രൂട്ടിങ്ങിനായിട്ട് വരുന്നത്? നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ കൂടുതൽ കുട്ടികളും ടയർ ഇൻഡസ്ട്രികളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോളോ ടയേഴ്സ്, JK ടയേഴ്സ്, ബ്രിസ്റ്റോൺ, MRF ഇതുപോലെയുള്ള ലീഡിംഗ് ടയർ ഇൻഡസ്ട്രികളിൽ ഒന്നുകിൽ ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സായിട്ട്, അതല്ല എങ്കിൽ ഡയറക്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് തന്നെയാണ് ഈ കുട്ടികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനപ്പുറത്ത് അടുത്ത സമയങ്ങളിലായിട്ട് കുറേ കുട്ടികൾ ടയർ ഇൻഡസ്ട്രി എന്നതിനപ്പുറത്തേക്ക് നോൺ ടയർ ഇൻഡസ്ട്രികളിലേക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സോൺ മൊബിൽ, ഏഷ്യൻ പെയിൻറ്റ്സ്, റുണായ ഇതേപോലെയുള്ള ഇൻഡസ്ട്രികളിൽ അവർക്ക് നല്ല പാക്കേജോടുകൂടി തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സാർ, ഈ ഒരു രണ്ട് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര CTC നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കാറ്റഗറി നമ്മുടെ ഒരു റേഞ്ച് ഒരു 6 lakhs to 35 lakhs വരെ ആണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സോൺ മൊബിൽ എന്ന് പറയുന്ന കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു 35 lakhs ആണ് അവരുടെ CTC. അത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ഇൻഡസ്ട്രികളിലാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ എക്സോൺ മൊബിലിലാണ് അവർ പ്രോജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോജക്റ്റ് ടൈമിൽ അവർക്കൊരു 30,000 പെർ മന്ത് അവർക്ക് ഈ ഫെലോഷിപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സാർ, ഈ ഒരു BTech പ്രോഗ്രാമിൻ്റെ പ്രത്യേകത പറഞ്ഞു കേട്ടിട്ടുള്ളത് 8th സെമ്മിൽ ക്ലാസ് ഒന്നുമില്ല, പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ എന്നൊന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയായ ഒരു കാര്യമാണോ ഇത്? യെസ്, ഇറ്റ്സ് എക്സാക്ട്ലി കറക്റ്റ് ഇൻഫർമേഷൻ. നമുക്കറിയാം, മറ്റെല്ലാ BTech കോഴ്സുകളിലും നമുക്ക് ഫൈനൽ സെമസ്റ്ററിൽ കുറച്ച് തിയറി പേപ്പറുകളും പ്രോജക്റ്റുകളുമായിട്ടാണ് കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കോഴ്സിൻ്റെ മറ്റെല്ലാ BTechകളിൽ നിന്നുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫൈനൽ സെമസ്റ്റർ, അതായത് 8ാമത്തെ സെമസ്റ്ററിൽ ഇവർക്ക് പ്രോജക്റ്റ് വർക്കുകൾ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് മാത്രമാണുള്ളത്. 2 രീതിയിലാണ് കുട്ടികൾ എയിം ചെയ്യണത്. ഒന്നിൽ ഇൻഡസ്ട്രിയൽ ജോബ് എയിം ചെയ്യുന്ന കുട്ടികളുണ്ട്, പ്ലേസ്മെൻറ്റ് എയിം ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് എയിം ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇൻഡസ്ട്രി ജോബാണ് എയിം ചെയ്യണതെങ്കിൽ കൂടുതൽ കുട്ടികൾ ഇൻഡസ്ട്രിയിലേക്കാണ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ കുട്ടികൾ പ്രോജക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ടയർ ഇൻഡസ്ട്രീസ്, അതുപോലെ എക്സോൺ മൊബൈൽ, പെയിൻറ്റ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ്. പലപ്പോഴും കുട്ടികൾ പ്രോജക്റ്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾ ചില സമയങ്ങളിൽ പലപ്പോഴും അവിടേക്ക് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, 7ാമത്തെ സെമസ്റ്റർ, 6ാമത്തെ സെമസ്റ്റർ, 7ാമത്തെ സെമസ്റ്റർ ആകുമ്പോൾ തന്നെ കമ്പനികൾ റിക്രൂട്ട്മെൻറ്റിന് വരികയും പ്രോജക്റ്റ് പ്ലസ് പ്ലേസ്മെൻറ്റ് അവർക്ക് ഓഫർ ചെയ്യുകയും ഈ പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കമ്പനിയിൽ തന്നെ ഇവർക്ക് പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് എയിം ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലും ISRO, IITs, IESC ഇതേപോലെയുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട്
ഇപ്പോൾ റണ്ണിങ് ബാച്ചിൽ 8ാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്ന പ്രണവ് ശ്രീറാം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഈ ബിടെക് പ്രോഗ്രാമിനോടൊപ്പം തന്നെ പ്രണവ് റിസർച്ച് വർക്കുകൾ ചെയ്യുകയും ഇൻ്റർനാഷണൽ ജേണലുകളിൽ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അത് കണ്ടിട്ട് IIT റോപ്പറിലെ ഒരു സീനിയർ പ്രൊഫസർ അയാളെ ഇൻവൈറ്റ് ചെയ്ത് അവിടേക്ക് പ്രോജക്റ്റിന് വിളിച്ച് അവിടെ പ്രോജക്റ്റ് ചെയ്ത്, അതും വിത്ത് ഫെലോഷിപ്പോട് കൂടിയാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. സാർ, ഈ ഒരു BTech പ്രോഗ്രാമിന് എത്ര സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയും? അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പ്രോഗ്രാമുകൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ടോ? നമ്മുടെ BTech കോഴ്സ് മുമ്പ് പറഞ്ഞതുപോലെ വളരെ സ്പെഷ്യലൈസ്ഡ് ആണ്. നമ്മുടെ ഇൻടേക്ക് BTechൽ ഇൻടേക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് 20 സ്റ്റുഡൻസ് ആണ്. ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ എൻട്രൻസ് വഴി ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ 3rd സെമസ്റ്റർ വരുമ്പോഴേക്കും, അതായത് 2nd ഇയർ വരുമ്പോഴേക്കും ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി 2 കുട്ടികൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഫീസാണുള്ളത്. നമ്മുടെ മറ്റ് BTech കോഴ്സുകളൊക്കെ 60,000 രൂപ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ മറ്റ് BTech കോഴ്സുകൾക്ക് 60,000 രൂപ ഫീസ് വാങ്ങുമ്പോൾ നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് നേരെ പകുതിയാണ്, 30,000 രൂപയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നുകൂടി, മിക്ക കുട്ടികൾക്ക് അവർ പേ ചെയ്യണ ഈ സെമസ്റ്റർ ഫീസ് പല വഴികളിലൂടെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതോടെ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ട് അവർക്ക് റീഇംബേഴ്സ് കിട്ടുന്നുണ്ട്, അതല്ല എങ്കിൽ ഇൻഡസ്ട്രി കൊടുക്കുന്ന ഫെലോഷിപ്പുകൾ വഴി, മെറിറ്റോറിയൽ ഫെലോഷിപ്പുകൾ വഴി അവർക്ക് ഇത് റീഇംബേഴ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ്, എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് ഇത്രയും ഫീസ് കുറച്ച് വെച്ചിരിക്കുന്നത്, ഇതിന് അത്ര വലിയ ഡിമാൻഡില്ലേ എന്നുള്ളത്. സത്യത്തിൽ അതല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ BTech പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഫണ്ടഡ് BTech പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയ ഫീസിൽ ഈ ഒരു BTech പ്രോഗ്രാം ഓഫർ ചെയ്യാൻ പറ്റുന്നത്. സാർ, മറ്റ് MTech പ്രോഗ്രാമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹയർ സ്റ്റഡീസിനായിട്ട് MTech പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. MTech പോളിമർ ടെക്നോളജി എന്ന കോഴ്സാണ് BTech കഴിയുന്ന കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന PG പ്രോഗ്രാം. 2 സ്ട്രീമിൽ കുട്ടികൾക്ക്, അത് MTechലേക്ക് വരുമ്പോഴേക്കും BTech പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വേണമെന്ന് നിർബന്ധമില്ല. മറ്റ് സ്ട്രീമുകളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, MSc പോളിമർ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇവർക്കൊക്കെ MTech പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. പക്ഷേ അഡ്മിഷൻ എന്ന് പറയുന്നത് നാഷണൽ ഗേറ്റ് എക്സാം പാസ്സാവണം, അതല്ല എങ്കിൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഡാറ്റ് എക്സാം ക്ലിയർ ചെയ്യണം. PG പ്രോഗ്രാമിന് പുറമെ ഡോക്ടറൽ പ്രോഗ്രാം, PhD പ്രോഗ്രാമും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. വളരെ പ്രഗത്ഭരായ ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ PhD പ്രോഗ്രാം റിസർച്ച് ഗൈഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പാക്റ്റ് ഫാക്ടർ ജേണലുകളിൽ നമുക്ക് റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാൻ, ഒരുപാട് റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാനും പേറ്റൻറ്റുകളും ഒക്കെയായിട്ട് ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 50-ലധികം PhD സ്കോളേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അതിനൂതനമായ മേഖലകളിലാണ് ഈ റിസർച്ച് നടക്കുന്നത്. ഉദാഹരണമായിട്ട് നാനോ ടെക്നോളജി, ബാറ്ററി ഡെവലപ്മെൻറ്റ്, സൂപ്പർ കപ്പാസിറ്ററുകൾ, ക്യാൻസർ റിസർച്ച്, ഇങ്ങനെയുള്ള മേഖലകളിലാണ്, അതിനൂതനമായ മേഖലകളിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ. ഗ്ലോബൽ സയൻറ്റിസ്റ്റിൻ്റെ കാറ്റഗറിയിൽ ടോപ്പ് 2% ഇൻഡെക്സ് ലിസ്റ്റിൽ സാറും ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം തന്നെ സാറ് സൗത്ത് കൊറിയയിൽ പ്രോഗ്രാം ചെയ്തു, റിസർച്ച് ചെയ്തു, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ. അതുകൂടാതെ പല നോബൽ ലോറേറ്റ്സിനോടൊപ്പം റിസർച്ച് ചെയ്തിട്ടുണ്ട്. സാർ, ആ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ വിദ്യാർത്ഥികളോട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യുന്നത് സൗത്ത് കൊറിയയിലെ ജിയോസാങ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അത് ബ്രെയിൻ കൊറിയ ഫെലോഷിപ്പ് എന്ന ഒരു പ്രസ്റ്റീജിയസ് ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിലാണ് എൻ്റെ PhD ഞാൻ ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2.5 വർഷം കൊണ്ട്, പറഞ്ഞതുപോലെ 2.5 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുകയും അവാർഡ് ചെയ്യുകയും
അതിനുശേഷം നന്യാൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ, അവിടേക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുകയും അവിടെ റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് പ്രൊഫസർ രാജീത് യാസാമിയാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ലിഥിയം അയോൺ ബാറ്ററികളുടെയും ആനോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തത്തിന് 2014 പ്രൊഫസർ രാജീത് യാസാമി ഡ്രാപ്പർ പ്രൈസ് അർഹനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനുശേഷം റൈസ് യൂണിവേഴ്സിറ്റി US നമുക്കൊക്കെ അറിയണ കേരളീയനായ പ്രൊഫസർ പുളിക്കൽ അജയൻ, കാർബൺ നാനോ ട്യൂബുകളുടെ കണ്ടുപിടിച്ച പ്രൊഫസർ പുളിക്കൽ അജയൻ്റെ കൂടെയും അതിനോടൊപ്പം തന്നെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ലിഥിയം അയോൺ ബാറ്ററിയിൽ നോബൽ പ്രൈസ് കിട്ടിയ പ്രൊഫസർ ഗുഡിനഫിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാജ്യത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലിഥിയം അയോൺ ബാറ്ററിയിൽ സമഗ്രമായ ചില സംഭാവനകൾ ചെയ്യാൻ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത ബാറ്ററി BMW i8 എന്ന് പറയുന്ന മോഡലിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PhD ചെയ്യണത് പ്രൊഫസർ ജെഹ്യു ആൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ബാറ്ററി ടെക്നോളജിസ്റ്റിൻ്റെ കൂടെയാണ്. അന്ന് ലിഥിയം അയോൺ ബാറ്ററീസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന വലിയ ക്രൂഷ്യലായ ഒരു പ്രോബ്ലമായിരുന്നു ഇതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പുതിയൊരു ടൈപ്പ് ഇലക്ട്രോലൈറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ജെൽ ഇലക്ട്രോലൈറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും അത് സാംസങ്ങിൻ്റെ ബാറ്ററികളിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന BTech പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയ ഒരു സ്ട്രക്ചർ, എന്താണ് ഇതിനകത്ത് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടി വരുന്നത്, അതോടൊപ്പം തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചാലുള്ള ജോലി സാധ്യതകൾ, ഏകദേശം ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ പ്ലേസ്ഡ് ആവാനുള്ള സാധ്യതകളുണ്ട്, ആ ഇൻഡസ്ട്രിയിൽ പ്ലേസ്ഡ് ആയാൽ എത്രമാത്രം പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രശാന്ത് സാർ നമ്മോടൊപ്പം പങ്കുവച്ചു. സർ, ഈ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വരും വർഷങ്ങളിൽ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നവർ ഒരുപക്ഷെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമല്ല ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവർക്കും പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചും അതിൻ്റെ വ്യത്യസ്തങ്ങളായ ആസ്പെക്റ്റുകളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.